റമദാനെ നിനക്ക് സ്വാഗതം. നമ്മൾ റമദാൻ അങ്ങോട്ട് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെടുത്തി, നമ്മൾ അങ്ങ് റമദാനെ സ്വീകരിച്ചു. പക്ഷേ ഈ വരുന്ന റമദാന് നമ്മളെ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ, അതൊരു വലിയ വിഷയമാണ്. അപ്പോഴല്ലേ സ്വീകരണം ശരിയാവുള്ളൂ. നമ്മൾ ഭയങ്കര സ്വീകരണം കൊടുത്തു, പക്ഷേ വരുന്ന ആൾക്കത് പിടിച്ചിട്ടില്ലെങ്കിൽ എന്താ കാര്യം? റമദാനിന് അത് ഇഷ്ടമാകുമോ? റമദാനിന് നമ്മളെ ഇഷ്ടമാകുമോ? അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കുറച്ച് റമദാൻ വരുന്നുണ്ടോ എന്ന് വിചാരിച്ച് അരിയും പൊടിയൊക്കെ റെഡിയാക്കി റമദാനാണ് വരുന്നത്, തിന്നാനുള്ളൊരു മാസമായിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. കുറേ ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെ റമദാൻ കഴിയുമ്പോൾ ഒരു മാസം പട്ടിണി അള്ളാഹ്ക്ക് കിടന്നിട്ട് 10 കിലോ കൂടുന്നത്, ഇതൊക്കെ ആലോചിച്ച് നോക്കി. എന്തൊരു വിരോധാഭാസമാണ്. ചാനലുകൾ മുഴുവനും റമദാൻ കുക്കറി, റമദാൻ കുക്കിങ്ങൊക്കെ നിർത്തിയിട്ട് ഇബാദത്തിന് ഇരിക്കാൻ വേണ്ടി പറഞ്ഞ മാസമാണ്. അപ്പം നമ്മൾ കുക്കിങ്ങിൻ്റെ വെറൈറ്റികളൊക്കെ കാണുന്ന സമയമാണ്. കുറേയേറെ ഭക്ഷണങ്ങൾ വേണമെന്ന് പകൽ പട്ടിണി കിടക്കുമ്പോൾ അങ്ങ് തോന്നുകയാണ്, അത് വേണം, ഇത് വേണം, അത് കഴിക്കണം, ഇത് കഴിക്കണം. എവിടെ ഒരു ചെറിയ ഭക്ഷണം, അത് എന്ത് രുചിയില്ലെങ്കിൽ പോലും നമ്മുടെ വിശപ്പടക്കാൻ അത് മതി. എന്നിരിക്കെ ഒരുപാട് ഭക്ഷണങ്ങൾ തീന്മേശയിൽ വെച്ച് കൂട്ടുകയാണ്. എന്നിട്ട് 1 or 2 ഒരു ബൈറ്റ് നമ്മൾ കടിച്ച് തിന്നുമ്പോഴേക്കും മടുത്തു, മതിയായി, പിന്നെ വേണ്ട. അള്ളാഹു പറയായിരുന്നു, നിനക്ക് കുറച്ച് ഭക്ഷണം മതി എന്നാണ് ഞാൻ തീരുമാനിച്ചത്, പക്ഷെ നീ വിചാരിച്ചു ഇത്രയൊന്നും പോരാ എന്ന്. അതുകൊണ്ട് ഭക്ഷണം ഈ റമദാനിലെങ്കിലും ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് നോമ്പെടുക്കണം. ഭക്ഷണം സേവ് ചെയ്യുക എന്ന് ഞാൻ പറയല്ല, കാരണം 2 നേരത്തെ അല്ലെങ്കിൽ 3 നേരത്തെ ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കുകയാണ് നോമ്പിലൂടെ. ഒന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, രണ്ടാമത്തെ ഉച്ചഭക്ഷണം ലഞ്ച്, പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം മഗ്രിബിന്റെ സമയത്ത് രാത്രി ഭക്ഷണം മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ലേറ്റായി പോവുകയാണെങ്കിൽ അങ്ങനെ കഴിക്കണം. അല്ലെങ്കിൽ നോമ്പൊന്നും ഇല്ലെങ്കിൽ മഗ്രിബിന്റെ മുമ്പ് രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പിന്നെ കാര്യമായ ഭക്ഷണം കഴിക്കരുത് എന്നാണ് ആരോഗ്യവും സുന്നത്തും അങ്ങനെയാണ്. പക്ഷെ നമ്മൾ പാതിരാത്രി ഒരു ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങ് കിടക്കുക. ഒരു രാത്രി 9 മണി, 10 മണി, 11 മണി. പിന്നെ റോഡിലൂടെയും നമ്മുടെ നഗരങ്ങളിലൂടെയൊക്കെ നടന്നാൽ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മുടെ ആളുകൾ തന്നെയാണ് കയറിയിരുന്ന് നേരം പുലർച്ചെ 2 മണിക്കും 3 മണിക്കൊക്കെ പൊറോട്ടയും ബീഫൊക്കെ അടിച്ചിട്ടാണ് പോയി കിടന്നുറങ്ങണത്. വളരെ അൺഹെൽത്തി. നമുക്കൊക്കെ വല്ല ക്യാൻസറും അതുപോലെ അസുഖങ്ങളും വന്നിട്ടില്ലെങ്കിലാണ് അത്ഭുതം. മഗ്രിബോടുകൂടെ ഭക്ഷണം നിർത്തണമെന്നാണ്. ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അഷാ എന്ന ഡിന്നർ കഴിക്കണം, രാത്രി ഭക്ഷണം. അത് കഴിച്ചിട്ടാണ് പിന്നെ ഇഷാ നിസ്കരിക്കേണ്ടതെന്നാണ്. അതാണ് അതിൻ്റെ രീതി. അതിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടു പോകരുത്. അനാരോഗ്യമുണ്ടാകും, അസുഖങ്ങളുണ്ടാകും, ഷുഗറും ഡയബറ്റിക്കായിട്ട് മാറുന്നു, കൊളസ്ട്രോൾ ഉണ്ടാകുന്നു, ശരീരത്തിൻ്റെ മെറ്റബോളിസം തകരാറിലാകുന്നു, നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. സുബ്ഹാനല്ലാഹ്. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം എപ്പോഴാണെന്നറിയോ? ഡോക്ടർമാരുടെ ക്ലാസ്സുകൾ കേട്ടാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം രാവിലെ 7 മണിക്കും 8 മണിക്കും ഇടയ്ക്കാണ്. ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം ഏതാണ്? 7 മണി 8 മണിൻ്റെ ഇടയ്ക്ക്. രാത്രി അങ്ങ് ഉറങ്ങിയാൽ ശരീരത്തിന് ഹാർട്ടിന് വരുന്ന ഒരു തരത്തിലുള്ള ഒരു ഹാർട്ട് അതിൻ്റെ കൃത്യമായ പമ്പിങ് ആരോഗ്യത്തോടുകൂടെ അതിന് ചെയ്യാൻ കഴിയില്ല. നമ്മൾ തളർന്നു കിടക്കുക, നമ്മൾ അനങ്ങുന്നില്ല, എക്സസൈസ് നടക്കുന്നില്ല. ആ ഒരു പമ്പിങ് തുടർന്ന് ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ വരേക്കും കൃത്യമായിട്ടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം ഏതെങ്കിലും ശാരീരിക തകരാറുള്ള ആളുകൾക്ക് അവിടെ ഒരു ബ്ലോക്ക് വന്ന് ഉറക്കത്തിൽ അറ്റാക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഡേഞ്ചറസ് സമയം എന്ന് പറയുന്നത് 7 മണി 8 മണി സമയത്തിനിടയിലാണെന്നാണ്. ലോകത്തങ്ങനെയാണ്. ഉറക്കത്തിൽ മരിക്കുന്നവർ, ഹാർട്ട് അറ്റാക്ക് മരിക്കുന്നവർ രാവിലെ 7 മണി 8 മണി സമയത്തിനുള്ളിലാണ് മരിക്കുന്നതെന്നാണ്. അതിനെ സംബന്ധിച്ചൊരു ചർച്ച നടന്നപ്പം പറയാണ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. സുബ്ഹി ബാങ്കിൻ്റെ കൂടെ മുക്രിമാർ വിളിച്ചു പറയുന്ന ഒരു വചനമാണതല്ലേ. അസ്സലാത്തു ഖൈറും മിനൻ നൗം. നിസ്കാരമാണ് ഉറക്കിനേക്കാളും നല്ലത്, നിസ്കാരമാണ് ഉറക്കിനേക്കാളും നല്ലത്. എഴുന്നേൽക്കണേ. സുബ്ഹിക്ക് എഴുന്നേറ്റ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നൊരു മനുഷ്യന് ഈ അറ്റാക്കിൻ്റെ സാധ്യത ഇല്ലാതെയാകുന്നു. സുബ്ഹാനല്ലാഹ്. കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നവർക്കാണ് ഈ പ്രശ്നം വരിക. സുബ്ഹിന്റെ നേരത്ത് നിർബന്ധമായി നമ്മൾ ഉണരുന്നു, നിസ്കരിക്കുന്നു. പിന്നെ ഉറക്കം അത്രക്ക് നമുക്ക് ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ മാത്രം ഉറങ്ങാം. ഇല്ലേ, മിനിമം സൂര്യോദയം നടന്ന് ഒരു 10-20 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ വിശ്രമത്തിലേക്ക് പോകാവൂ എന്നാണ് പുണ്യനബി പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ആരോഗ്യമുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടേത്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞൊരു ചെറിയ ചായ കുടിക്കാം.
ഏറ്റവും നല്ല ആരോഗ്യമുള്ള സമയം, ഉന്മേഷമുള്ള സമയം, പഠിക്കാൻ നല്ല സമയം. എക്സാമൊക്കെ നടക്കാൻ പോവുകയാണ്. നമ്മുടെ വിദ്യാർത്ഥിനികളോട് പറയാം, നിങ്ങൾ രാത്രി കുറേ ഉറക്കൊഴിച്ചിട്ട് നേരം വെളുക്കോളം പഠിച്ച് സുബഹിയോടുകൂടെ അങ്ങ് ഉറങ്ങി, അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ചിട്ട് ഉറങ്ങി, രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് നിങ്ങൾ പഠിച്ചത് കൊണ്ട് പഠിച്ചു എന്ന സമാധാനമല്ലാതെ എക്സാം ഹാളിൽ ചെന്നിരുന്നാൽ ഓർമ്മ കിട്ടില്ല. മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ ശരിക്കും ഉറങ്ങണം. ഏറ്റവും നല്ലത് ഏർലി ടു ബെഡ് ഏർലി ടു റൈസ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഔറാദുകളും ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലിയിട്ട് റാഹത്തിൽ കിടക്കുക. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റുള്ളൂ. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 1 മണിക്കൂർ പഠിക്കുന്നത് പാതിരാത്രി 3 മണിക്കൂർ എടുത്ത് പഠിക്കുന്നതിന് പകരം 1 മണിക്കൂർ മതി സുബഹിക്ക് ശേഷം, അല്ലെങ്കിൽ സുബഹിന്റെ തൊട്ട് മുമ്പ്. നല്ല ഉണർവും ഉന്മേഷവും കിട്ടുന്ന സമയമാണ്. രാത്രി ഉറക്കൊഴിക്കരുത്. പഠിക്കുന്ന മക്കൾ ശ്രദ്ധിക്കുക. എക്സാം അല്ലേ എന്ന് വിചാരിച്ച് ഉറക്കൊഴിച്ചിട്ട് കാര്യമില്ല. ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഉറക്കൊഴിച്ചിട്ട് എന്താ കാര്യം? ഓർമ്മ നിൽക്കണ്ടേ? ഓർമ്മ നിൽക്കണമെങ്കിൽ, മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ ശരിക്കും ഉറങ്ങണം. അതുകൊണ്ട് രാവിലെ അതിനേരത്തെ എഴുന്നേൽക്കുക. എന്നിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുക, പഠിക്കാനുള്ളത് പഠിക്കുക. എന്നല്ലാതെ ഉറക്കൊഴിക്കരുത്. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അസ്ഹാബ് പഠിപ്പിച്ച മനോഹരമായ ചില ജീവിത ശൈലികളാണിതൊക്കെ. നമ്മുടെ ഭക്ഷണവും നമ്മുടെ നിസ്കാരവും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ട്. മഗ്രിബും ഇശാവും നമ്മുടെ രാത്രി ഭക്ഷണത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. അസർ വൈകുന്നേരത്തെ ഒരു സ്നാക്ക്, ളുഹർ നമ്മുടെ ഉച്ചഭക്ഷണം, സുബഹി കഴിഞ്ഞാൽ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. സുബ്ഹാനല്ലാഹ്. ആ രീതിയിൽ നമ്മുടെ ഭക്ഷണങ്ങളെ ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് നല്ല ആരോഗ്യമുള്ള ആളുകളാണ്. നാടുകളിൽ മുഴുവനും ഡയാലിസിസ് സെന്ററുകൾ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. തികയുന്നില്ല. ഡയാലിസിസ് മെഷീനുകൾ തികയുന്നില്ല. ഒരു രോഗി മരിച്ചെങ്കിലല്ലേ ആ മെഷീൻ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ദ്വാരക്കാണ് പഠിച്ചവൻ ആ രോഗിയൊന്നും മരിക്കണേ. എന്തേ? ആ മെഷീൻ കിട്ടണം അടുത്ത ആൾക്ക് കൊടുക്കണമെങ്കിൽ. തികയുന്നില്ല. എവിടേക്ക് വെച്ചിട്ടാണ് ഓടുന്നത്? രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പച്ചവെള്ളം, സാധാരണ നമ്മൾ കുടിക്കേണ്ട പച്ചവെള്ളം, അത് കുടിക്കുന്നില്ല. നമ്മളെപ്പോഴും കട്ടൻ ചായ ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, കാപ്പി ഉണ്ടോ? അതിനൊക്കെ പരിധികൾ, ചില ലിമിറ്റുകൾ വെക്കണം. വെള്ളം നമ്മുടെ ശരീരത്തിന് അനിവാര്യമാണ്.